എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ പെരുന്നാളായിട്ട് രാവിലെ തന്നെ എണീറ്റു കുളിച്ചു, പുതിയ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടു. അപ്പോഴേക്കും അവനും അപ്പൂസും അപ്പുണിയും എല്ലാവരും കൂടെ പള്ളിയിലേക്ക് പോകാൻ റെഡിയായിട്ട് ഇറങ്ങി. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പുതിയ ചുരിദാറൊക്കെ ഇട്ട് ഒരുങ്ങി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഉമ്മാക്കാകെ ശോകം, ഞാനിങ്ങനെ പെരുന്നാളിലന്ന് ഡ്യൂട്ടി ചെയ്യുന്നതിൻ്റെ. എന്തായാലും ഭാഗ്യത്തിന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്ഷീണിച്ച് വരുന്നതല്ലേ എന്ന് ഓർത്ത് രാവിലെ തന്നെ ഫ്രഷായി ഒരുങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോൾ അവൻ എന്നെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഡ്യൂട്ടി ഒക്കെ എടുത്ത് ഉച്ചയായി വീട്ടിലെത്തിയതല്ല, അവരെല്ലാവരും കൂടെ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അടുത്തുള്ളൊരു ബേക്കറിയിലൊക്കെ കയറി. അപ്പോൾ അവിടുന്ന് ഫലൂദയും ഷേക്കും ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു, കഴിച്ചു, കുടിച്ചു. അപ്പോൾ എല്ലാമൊക്കെ കഴിഞ്ഞ് നല്ല ചില്ലായിട്ട് ഇറങ്ങി. അപ്പോൾ ഉച്ച 2:30 ആയിട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ തന്നെ മണി 3 അങ്ങനെ ലേറ്റായി. ബിരിയാണിയൊക്കെ കഴിക്കാൻ, നല്ല ഉമ്മയുടെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ആയിരുന്നു. ശേഷം വൈകിട്ടായപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഉള്ള തയ്യാറെടുപ്പായിരുന്നു. അങ്ങനെ അതിനുശേഷം ഒരു ഡാൻസും കൂടെ ആയാലോ എന്ന് കരുതി അതും എടുത്തു. രാത്രി ആയപ്പോൾ എല്ലാ കസിൻസും ഒന്നുകൂടെ ഒത്തുകൂടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.